വിഷ്വൽ ട്രീറ്റ്സ് ഓൾ ഇൻ വണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ തുടങ്ങാം. ഇന്ന് നമുക്കൊരു പടവലങ്ങ പരിപ്പ് തോരനുണ്ടാക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ: 3 കപ്പ് പടവലങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 1 കപ്പ് തുവരപ്പരിപ്പ് വേവിച്ചതാണിത്. വേവിച്ചെടുത്തപ്പോൾ ആൾമോസ്റ്റ് 2 കപ്പോളം കിട്ടിയിട്ടുണ്ട്. 1.5 കപ്പ് തേങ്ങ ചിരകിയത്, ജീരകം, മഞ്ഞൾപ്പൊടി, ജീരകം ഒരു 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഒരു 3-4-5ഓളം ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് എരിവിനനുസരിച്ചെടുക്കണം. ഒരു 2 ചുള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ അരയ്ക്കാൻ വേണ്ടതാണ്: തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്. പിന്നെ താളിക്കാനായിട്ട് കടുക് ഒരു 1/2 ടീസ്പൂൺ, മുളക് 2-3 എണ്ണം, കറിവേപ്പില. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മതി. ഇതെല്ലാം ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ അരയ്ക്കാനുള്ളതൊക്കെ എടുക്കാം. തേങ്ങ, ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി. ഇത്രയും കൂടെ ഒന്ന് ഒതുക്കിയെടുക്കാം. മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് ചതഞ്ഞാൽ മതി, ഒരുപാട് അരയരുത്. നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യാം. എണ്ണ നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോഴത്തേക്ക് മുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില, യോജിപ്പിച്ചിട്ട് കടവണം. ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും നന്നായിട്ട് ഇളക്കി 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കുക. പെട്ടെന്ന് വേവും പടവലങ്ങ. ഇത് വേവട്ടെ. നമ്മുടെ പടവലങ്ങയുടെ വെള്ളമൊക്കെ വറ്റി ഇതിലേക്ക് അരപ്പിടുക. അരപ്പിട്ട് നന്നായി ഇളക്കിയിട്ട് 1 മിനിറ്റ്
ഒന്ന് മൂടി വെക്കുക. അരപ്പിൻ്റെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മൂടി വെക്കാൻ പറഞ്ഞത്. മാറിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന തോരപ്പരിപ്പൂടെ ചേർക്കാം. വേവിച്ച് വെച്ച് തോരപ്പരിപ്പാണ്, ഉപ്പ് ഇട്ടിട്ടില്ല. ഇതിനകത്ത് ഇനി ഇത്തിരി കൂടെ ഉപ്പ് ചേർക്കണം. കാരണം തോരപ്പരിപ്പിലൊന്നും ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇത്തിരി കൂടെ ഉപ്പ് ചേർക്കുക. ഇപ്പോഴൊക്കെ നോക്കണം, ഉപ്പ് കൂടരുത്. ഇത്രയേ ഉള്ളൂ കാര്യം. ഈ കടുക് താളിച്ചിടുന്നത് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ഇട്ടാലും മതി. പക്ഷേ എളുപ്പത്തിന് ഡെയിലി ലൈഫിൽ ചെയ്യുമ്പം ഇങ്ങനെയൊക്കെ ചെയ്യും, അത്രയേ ഉള്ളൂ. ലാസ്റ്റ് വെളിച്ചെണ്ണയിൽ കടുക് താളിച്ചിട്ടാൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ്. ഇത് കരിയാപ്പില ഭംഗിക്കിട്ടേക്കാം. ഇത്രയേ ഉള്ളൂ കാര്യം. എളുപ്പമാണ്. പടവലങ്ങനെ വെള്ളം ഉള്ളതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട, പെട്ടെന്ന് വേവും. എല്ലാം ശരിയായി പെട്ടെന്നൊരു തോരൻ ഉണ്ടാക്കി. ഓക്കെ, എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഓൾ.